ചരിത്രത്തിന്റെ അഭ്രപാളികളിൽ തിളക്കമായിരുന്ന 500ഓളം പേരുടെ ജീവിതസ്മരണികൾ കോർത്തിണക്കിയ സുഹൃത സ്മരണിക പ്രകാശനവും കുടുംബസംഗമവും നോർത്ത് കാരശ്ശേരിയിൽ പ്രൗഢമായി നടത്തി. മുക്കം നഗരസഭയിൽ നിന്നും കാരശ്ശേരി, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നും മൺമറഞ്ഞുപോയ 500ഓളം വരുന്ന പൂർവികരുടെ ജീവിതചരിത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിചാരം മുക്കമാണ് സ്മരണിക പ്രസിദ്ധീകരിച്ചത്. നീണ്ട 1.5 വർഷത്തെ കഠിനശ്രമത്തിന്റെ ഫലമായാണ് വിചാരം മുക്കം പ്രവർത്തകർ പൂർവികരുടെ ബന്ധുക്കളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് സ്മരണിക പൂർത്തിയാക്കി നാടിന് സമർപ്പിച്ചിരിക്കുന്നത്. സമൂഹത്തിന് ഏതെങ്കിലും തരത്തിൽ സംഭാവനകൾ നൽകിയ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളെയാണ് സ്മരണികൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നിന്നും വിട്ടുപോയവരെ ഉൾപ്പെടുത്തി 2ാം പതിപ്പ് പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പും നടത്തിവരികയാണ്. ചടങ്ങ് ലിൻഡോ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച നിലയിൽ കാലഘട്ടത്തെ പൂർണ്ണമായും നാടിന് ഉപയോഗിച്ചവരെ മനുഷ്യർ ഓർത്തെടുക്കുന്നത് മഹത്തായ കർത്തവ്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഓർത്തെടുക്കുകയും അവർക്ക് വേണ്ടി ഒരു പുസ്തകം രചിക്കുകയും ചെയ്യുക എന്ന മഹനീയ കർത്തവ്യത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് നമ്മൾ എല്ലാവരും പങ്കെടുക്കുന്നത് എന്ന് നിസ്സംശയം ഇവിടെ പറയാൻ വേണ്ടി കഴിയും. കടമനിട്ടയുടെ 2 വരികളുണ്ട്. നിങ്ങൾ ഓർക്കുക നിങ്ങൾ എങ്ങനെ നിങ്ങളായി എന്ന്. അത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഓർമ്മപ്പെടുത്തേണ്ടുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ നാടിനെ കുറിച്ച് നന്നായി ഓർമ്മപ്പെടുത്താനുള്ള ഒരു ദിനമായി ഈ ദിനം മാറുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. പ്രശസ്ത എഴുത്തുകാരൻ ഡോക്ടർ MN കാരശ്ശേരി സ്മരണിക പ്രകാശനം ചെയ്തു. വിചാരം പ്രൊഫൈൽ ഗ്രൂപ്പ് ചെയർമാൻ PM ഹബീബ് റഹ്മാൻ ഏറ്റുവാങ്ങി. മരിച്ചവരുടെ പുസ്തകം നിങ്ങളിതിൽ കാണുന്ന ഓരോ പേജും ഓരോ മീസാൻ കല്ലാണ്. അങ്ങനെയാണ് പുനഃപ്പിക്കത്തിലുള്ള പുസ്തകത്തിന് അദ്ദേഹം പേരിട്ടത്. സ്മാരകശിലകൾ. ഇത് സ്മാരകശിലകളാണ്. അപ്പോ എന്താണ് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ എനിക്കുള്ള അർഹത ഞാൻ ആലോചിച്ചു നോക്കി. എനിക്ക് മനസ്സിലായത് വളരെ വൈകാതെ മരിക്കാൻ സാധ്യതയുള്ള ഒരാൾ എന്നുള്ളതായിരിക്കും. ബഷീർ അവസാന കാലത്ത് എനിക്ക് ഇതൊരു കത്ത് തുടങ്ങുന്നത് അങ്ങനെയാണ്. പ്രിയപ്പെട്ട കാരശ്ശേരി, ഞാൻ മരിക്കാൻ പാകമായി ഇരിക്കുകയാണ്. സുഹൃതം എഡിറ്റർ PKC മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ MP മുരളീധരൻ പുസ്തകം പരിചയപ്പെടുത്തി. മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ, കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു, അഗ്രോ ഇൻഡസ്ട്രീസ് ചെയർമാൻ V കുഞ്ഞാലി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സുഹൃതം ഓർമ്മകൾ രചിച്ചവരെയും പാടി അവതരിപ്പിച്ചവരെയും മറ്റു പ്രമുഖരെയും ആദരിച്ചു. എൻലൈറ്റ് ന്യൂസ് മുക്കം.